ഉള്ള് പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് 10ാമത്തെ പതിപ്പാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട്, അത് കൊടുങ്ങല്ലൂരാണ്. അത് പക്ഷെ ചാലക്കുടി മണ്ഡലത്തിലാണ്, ലോക്സഭാ മണ്ഡലം. ബാക്കി ഇനി അവശേഷിക്കുന്നത് 32 പഞ്ചായത്തുകളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ. ആ 32 പഞ്ചായത്തുകളിലും എത്രയും പെട്ടെന്ന് എത്തണമെന്ന് നിശ്ചയമാണ്, ആഗ്രഹമാണ്. കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇത് പ്രാഥമികമായിട്ട് അടിസ്ഥാന സൗകര്യ വികസനം ലഭിക്കേണ്ടിയിരുന്നത് ലഭിക്കാത്തത് ഇന്നൊരു പക്ഷേ രൂക്ഷമായ അത്യാവശ്യമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ഏറ്റവും അനുഭവസ്ഥർ, അത് ദുരിതമായാലും ചില ദുരിതങ്ങൾ മൊഴി മാറ്റി, രൂപം മാറ്റി, ഭാവം മാറ്റി നിങ്ങൾക്ക് ഗുണകരമായതിൻ്റെ ഒരു സൗഖ്യ സന്തോഷത്തിൽ ഈ അവശേഷിക്കുന്ന ദുരിതങ്ങളും കൂടി നിവാരണം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന നിശ്ചയത്തിൽ അതിന്റെ അവലോകനം നടത്തി ഇവിടെ വന്ന് എന്റെ മുന്നിൽ അവതരിപ്പിക്കുക. MP എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് എനിക്ക് വാഗ്ദാനം നൽകാൻ പറ്റും. ആ MP എന്ന നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിനെ സംബന്ധിച്ച് നിയമാവലിയുണ്ട്. അത് ഒരാൾക്കും തകർക്കാനൊക്കത്തില്ല. ഇന്നലെ ഇളവള്ളിയല്ല, അതിന് മുമ്പ് ഉണ്ടായിരുന്നു ഏങ്ങണ്ടിയൂർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പൗരൻ വന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു ക്ലബുണ്ട്, ഇവിടെ പഞ്ചായത്ത് സ്ഥലം തന്നില്ല, അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ പൈസ ഉണ്ടാക്കി കുറച്ച് സ്ഥലം വാങ്ങി ക്ലബിന്റെ പേരിലുണ്ട്, അവിടെ ഞങ്ങൾക്ക് ബാക്കി എല്ലാ സൗകര്യവും MP കാശ് തന്ന് ചെയ്യണം. ഇവിടെ സാധ്യമല്ല. അതിനനുവദിക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയണം, ഇന്ത്യൻ രാഷ്ട്രപതി പറയണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം, ഇവിടുത്തെ ഗവർണർ പറയണം, ഇവിടുത്തെ ജില്ലാ കളക്ടർ സമ്മതിച്ച് എനിക്ക് അതിന്റെ അധികാരം തന്നാൽ ചെയ്യാൻ പറ്റും. പക്ഷെ MP ലാഡ്സ് എന്ന് പറയുന്ന സംവിധാനം വാജ്പേയിജിയുടെ കാലത്ത് ശക്തമായി സ്ഥാപിതമായ കാലഘട്ടം തുടങ്ങി. ഇതിന്റെ നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. ഇത് പൂർണ്ണമായിട്ട് ഇതിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് യോഗ്യമാണോ അയോഗ്യമാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് പ്ലാനിംഗ് ഓഫീസറാണ്. ഇതിന്റെ തുകയെ സംബന്ധിച്ച് കൃത്യമായ അവലോകനം നടത്തി ഇത് കുറവാണ് അല്ലെങ്കിൽ കൂടുതൽ വേണം, കൂടുതലാണ് ഇത് റീഎസ്റ്റിമേറ്റ് ഇടണം എന്നെല്ലാം പറയുന്നത് പ്ലാനിംഗ് ഓഫീസറാണ്. MP അതിൽ ഒരു കാര്യവുമില്ല. അങ്ങനെ അംഗീകരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ AS അത് പതിച്ചു വരുന്നതിനാണ് പിന്നെ ടെക്നിക്കൽ സാങ്ഷന് വേണ്ടി പോകുന്നത്. ആ ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത് സാങ്കേതികതയാണ്. ഇവിടെ മണ്ണിന് ഉറപ്പുണ്ടാകും. മണ്ണിന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ കെട്ടിടം പണിയുകയാണെങ്കിൽ, റോഡ് പണിയുകയാണെങ്കിൽ എത്ര കാശ് ചെലവാക്കി, റീഇൻഫോഴ്സ്മെന്റ് എത്ര വേണം, ഇതെല്ലാം അതിന്റെ ബഡ്ജറ്റ് എല്ലാം പുനർനിർണയിക്കേണ്ടത് PWDയുടെ എഞ്ചിനീയറിംഗ് വകുപ്പും അവരെല്ലാം. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അദ്ദേഹം പറയുന്നത് അങ്ങനൊന്നുമല്ല, കാശിങ് തരണം, ഞങ്ങൾ അങ്ങ് ചെയ്യും, അല്ലെങ്കിൽ കാശ് അങ്ങ് MP ഫണ്ടിൽ നിന്ന് എടുത്ത് അങ്ങനെ ചെയ്യണം. അത് ഇതിനു മുമ്പ് MP ചെയ്തിട്ടുണ്ട്, MLA ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തത് സത്യമാണെങ്കിൽ അവരെല്ലാം അകത്താവും. അങ്ങനെ ചെയ്യാൻ വകുപ്പില്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇത് പഞ്ചായത്ത് വഴി തന്നെ വരണം. ഇതിപ്പോ BJPയുടെ പഞ്ചായത്ത് ആയതുകൊണ്ട് ആ കുട്ടികളോട് ഒച്ച ഉണ്ടാക്കാൻ നിൽക്കാൻ പറയാം. ഇതിപ്പോ BJPയുടെ പഞ്ചായത്ത് ആയതുകൊണ്ട് ഈ പഞ്ചായത്തിൽ മാത്രം എത്ര കോടിയുടെ വികസനം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഒന്ന് അന്വേഷിക്കണം. നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരെ അറിഞ്ഞിരിക്കണം. 50 ലക്ഷം രൂപ 2021 കൊടുത്ത് 2021 അവസാനം തറക്കല്ലിട്ട് പോയി എന്ന് പറഞ്ഞാൽ ASമായി TSമായി. പക്ഷെ അതിന് ചില മാക്രികൾ ഉദ്യോഗസ്ഥരുടെ പിന്തുണയും തേടി സോയിൽ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ലോകത്ത് എവിടെയും സംഭവിച്ചിട്ടില്ല. തറക്കല്ലിട്ട് കഴിഞ്ഞ് MP വന്ന് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞ് ഇല്ല മണ്ണിന് ബലം പോരെ, അതുകൊണ്ട്
ഇതിന് സോയിൽ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞ് അത് സ്റ്റേ ഇല്ല, സംഭവിച്ചിട്ടേ ഇല്ല. അത് ആ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഇങ്ങേരെ ഊണിനും ഉറക്കത്തിനും വിടരുത്. ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ കോടതി കയറ്റാനുള്ള നടപടി നിങ്ങളുടെ പിന്തുണയോടെ ഈ ഹരി കൊണ്ടത് ചെയ്യിക്കണം. അങ്ങനെ അതിക്രമം കാണിച്ച ഉദ്യോഗസ്ഥരെ വെറുതെ വിടാൻ പാടില്ല. 50 ലക്ഷം രൂപ ലാപ്സാക്കി നിങ്ങളോട് ചെയ്ത ഇല്ലായ്മയാണ്. എന്തില്ലായ്മയാണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? ഇല്ലാഴികയാണ് നിങ്ങളോട് ചെയ്തത്. അത് ചോദ്യം ചെയ്യാൻ ഇതുപോലുള്ള സദസ്സുകളിൽ വന്നിരുന്ന് പറയുന്നതിന്റെ സത്യം അന്വേഷിച്ചറിഞ്ഞ് നിങ്ങളുടെ മുന്നേറ്റം ഉണ്ടാവണം. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നേറ്റവും നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉണ്ടാവില്ല. ഇതൊരു ഫാമിലി ഹെൽത്ത് സെന്റർ ആവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിരുന്നു. കാരണം ഇവിടെ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്യപ്പെടുന്ന റോഡുകളുടെ അവിടെ ബസ് ആക്സിഡന്റായി വന്ന സമയത്ത് ഓടി ഇവിടെ കൊണ്ടുവന്നപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞു പോയി മരിച്ചവരുണ്ട്. ഒരുപക്ഷെ ഒരു വെച്ചുകെട്ടിനകത്ത് അവസാനിക്കുമായിരുന്നത് ഒരു ശസ്ത്രക്രിയയിലേക്ക് ചെന്ന് കയറിയ കേസുകളുണ്ട്. എന്തിനാണ് ഈ പണം? 50 ലക്ഷം രൂപയാണ് തിളപ്പിച്ച് വാങ്ങുന്നത്. അത് ആ ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിൽ നിന്ന് കണ്ടുകെട്ടി കൊണ്ടുവന്ന് വീണ്ടും അത് ചെയ്യണം. രാധാമോഹൻ സിംഗ് അധികം വരുന്ന 23 ലക്ഷം കൊടുക്കാൻ തയ്യാറായി, അത് തോലപ്പിച്ചു. PT ഉഷ അത് പിന്നെ 23 എന്നുള്ളത് 6 മാസം കൂടെ കഴിഞ്ഞപ്പം 27ആയി. ഈ 50-ന് മേലെ PT ഉഷയുടേതും എന്റെ പൈസ ലാപ്സ് ആവുന്നത് വരെ ഇട്ട് ചവിട്ടി. ഇതൊന്നുമില്ലാന്ന് ഒരു ഉദ്യോഗസ്ഥനും പറയാനൊക്കത്തില്ല. ഞാൻ കളക്ടറുടെ മുമ്പിൽ വെച്ച് ആ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദ്യം ചെയ്തപ്പം മിണ്ടാട്ടമില്ലായിരുന്നു. കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് ഇത് കേസ് പോകണം. ഞാൻ ഇപ്പോഴും തയ്യാറാണ്, പക്ഷെ എനിക്ക് കേസ് കൊടുക്കാനൊക്കത്തില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് അത് ചെയ്യണം. എന്നിട്ടേ നിങ്ങളുടെ അടുത്ത ഇലക്ഷനിൽ വോട്ട് അപേക്ഷിച്ച് വരാൻ പാടുള്ളൂ. ഞാൻ എന്റെ പാർട്ടിയെയാണ് ഞാൻ ഡെഡ് ലോക്കിലാക്കുന്നത്. അങ്ങനെയുള്ള രാഷ്ട്രീയം മതി എനിക്ക്. ഇല്ലെങ്കിൽ ഇതിൽ ഒരു താല്പര്യവുമില്ല. എന്റെ താല്പര്യത്തിന്റെ കാര്യമാണ്. ഇത് പറഞ്ഞിട്ട് 1 വർഷമാണ് അത് ചെയ്തിരിക്കുന്നു. എന്റെയൊക്കെ പേരിൽ ഇല്ലാത്ത കാര്യത്തിന് എത്ര കേസ് ഇപ്പോഴും നടക്കുന്നു അല്ലേ? കൊടുക്കണം, ജയിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ആ കേസിൽ ജയിക്കണം. അതിന്റെ പേരിൽ ആർക്ക് ദ്രോഹമേറ്റാലും ശരി തന്നെ, തെറ്റ് ചെയ്തവർക്ക് ദ്രോഹം തന്നെയാണ് കൂലി. നിഷേധിക്കപ്പെട്ട നിങ്ങൾക്ക് വിജയവും വരിച്ച് വരണം. ഇത് ഞാൻ ഇവിടെ തന്നെ വന്നിരുന്നാണ് പറയേണ്ടത്. അപ്പൊ വ്യക്തിപരമായ ഒരു കാര്യങ്ങളുമില്ല. ഞാൻ ഇപ്പോഴും പറയും, അങ്ങനെ ഇവിടെ മുഖ്യമന്ത്രിയും ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ വരുമാനം എത്രയെന്ന് എനിക്കറിഞ്ഞൂടാ. എന്റെ വരുമാനം എത്ര ഇടിഞ്ഞു എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് പൊതു സമൂഹത്തിന് പൊതു നന്മയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നഷ്ടങ്ങൾ ഇനി അങ്ങോട്ട് നഷ്ടമായി തുടരാതിരിക്കാൻ, ലാഭമില്ലെങ്കിലും നഷ്ടമായി തുടരാതിരിക്കാൻ എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യാനാവും, അതിന്റെ ഒരു സംക്ഷിപ്തം ഇവിടെ വെച്ച് പങ്കുവച്ചാൽ അതിൽ ഒരു പരിഹാരം കാണുന്നതിനും പ്രതിവിധി കാണുന്നതിനും ഞാൻ സന്നദ്ധനാണ്. അതെന്റെ ചുമതലയാണ്. സർ, എയിംസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയിംസ് കൊണ്ടുവന്നാൽ കേരളത്തിലെ ആരോഗ്യമേഖലയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. അതപ്പോ നടക്കുന്നത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് കൊണ്ടുവന്നാൽ വളരെ നല്ലതാണ്. തോന്നുന്നുണ്ടോ? ഇല്ല. അത് താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതിനൊരു താങ്കൾ വിചാരിച്ചാൽ നടക്കത്തില്ല. അതറിയാം. എന്ന് പറഞ്ഞാൽ ഈ താങ്കൾ വിചാരിച്ചാൽ നടക്കില്ല. താങ്കൾ അതിനു വേണ്ടി അതിന് 2016 മുതൽ നിങ്ങളത് വ്യക്തമായി കേൾക്കണം.
2016 രാജ്യസഭയിൽ ചെന്ന് അതിന്റെ വെല്ലിൽ ഇറങ്ങി പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കി സഭ പിരിഞ്ഞ സമയത്ത് അന്ന് അവിടെ വെച്ച് അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീ JP നഡ്ഡയോട് ആഞ്ഞ് അടിച്ചു പറഞ്ഞതാണ് കേരളത്തിന് ഇതൊരെണ്ണം വേണം. പറഞ്ഞ് നിശ്ചയമായിട്ടും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അന്ന് മുതൽ അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടം ചോദ്യോത്തര വേളയിൽ രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും കേരളത്തിന് വരും, കേരളം പൂർണ്ണമായ ലിസ്റ്റ് തരട്ടെ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എഴുതി തട്ടല്ല പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് മൻസുഖ് മാണ്ഡവ്യ വന്നപ്പോഴും ആദ്യം തന്നെ കല്ല് വെച്ചത് ഞാനാണ്, ഇത് ആലപ്പുഴയിൽ കിട്ടണം. JP നഡ്ഡയോടും അത് തന്നെയാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ആലപ്പുഴ? നിങ്ങൾ പറ, ഇന്നത്തെ ഒരവസ്ഥ ആലപ്പുഴയുടെ കേരളത്തിലെ മറ്റ് 16 ജില്ലകളുമായി 13 ജില്ലകളുമായി താരതമ്യം ചെയ്ത് 14ാമത്തെ ജില്ല എന്ന സ്ഥാനം അലങ്കരിക്കാനെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ ആലപ്പുഴയ്ക്ക് യോഗ്യതയുണ്ട്. എന്തേ ആലപ്പുഴയ്ക്ക് ആ യോഗ്യത നേടിക്കൊടുക്കേണ്ടത് മലയാളിയുടെ ആവശ്യമല്ല. അവിടെയും ഉള്ളത് നമ്മുടെ സഹോദരങ്ങളല്ല. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നല്ല സ്കൂളും ആ സ്കൂളിൽ പോയി പഠിക്കാനുള്ള സാമ്പത്തിക വരുമാനത്തിന് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ്, അവിടുത്തെ റെന്റൽസ്. കൊച്ചി എങ്ങനെയാണ് ഇത്രയും റെന്റിന്റെ കാര്യത്തിൽ വലുതായത്? ഇപ്പൊ വിഴിഞ്ഞം വരുന്നതോടുകൂടി തിരുവനന്തപുരം എത്രയാണ് വലുതാവാൻ തുടങ്ങുന്നത്? അങ്ങനെ കേരളത്തിന്റെ മറ്റ് ജില്ലകൾ 13 ജില്ലകളും എടുത്തോളൂ. ഇടുക്കിയായിരിക്കും ഒരു പക്ഷെ പിന്നോക്കം നിൽക്കുന്നത്. പക്ഷെ ഇടുക്കിക്ക് പോലും വലിയ ആലപ്പുഴ നേരിടുന്നതായ ദുരന്തത്തിന്റെ ആഘാതം എന്ന അളവിലില്ലാത്തത് കൊണ്ട് ഇടുക്കിക്ക് പിന്നെയും ഒരുപാട് സാധ്യതയുണ്ട്. ഇടുക്കിയിൽ വലിയ ഒരു ഭാരതത്തിന് അഭിമാനിക്കാവുന്ന ഒരു പ്രോജക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സ്ഥലം വിട്ട് കിട്ടുകയാണ്. 2015 മുതൽ പ്രധാനമന്ത്രി അതിനുവേണ്ടി ശ്രമിച്ച ആ പക്ഷത്തുനിന്ന് വിദേശ പക്ഷത്തു നിന്ന് അവർ തയ്യാറാണ്. നമുക്കവിടെ ഒരു 350 ഏക്കർ കിട്ടുകയാണെങ്കിൽ ഇടുക്കിയില് താപത്തിൽ മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പൊരുൾ നിർമ്മാണം അവിടെ നടക്കും. അത് ക്ലിയർ ആവാതെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ അതെന്തായി എന്ന് ചോദിക്കുന്നവരെ നേരിടാൻ എനിക്കൊക്കത്തില്ല. വരട്ടെ, അത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതാണ് ഉദ്ദേശിച്ചത് എന്ന്. പറഞ്ഞതുപോലെ എയിംസ് ആലപ്പുഴ തന്നെ. അത് ഞാൻ തൃശ്ശൂർ 19 വന്ന് നിൽക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വാക്കാണ്. അതങ്ങനെ തന്നെ. അതല്ല ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടെ അത് ചെയ്യില്ല എന്ന് നിശ്ചയമെടുത്താൽ പിന്നെ എനിക്ക് എന്റെ പ്രധാനമന്ത്രിയെടുത്തും എന്റെ ആരോഗ്യമന്ത്രിയെടുത്തും വീണ്ടും ഇപ്പൊ JP നഡ്ഡയാണ് ആരോഗ്യമന്ത്രി. പിന്നെ എനിക്കൊരു അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് കേരളത്തിൽ നിന്ന് ആദ്യത്തെ BJP MP നൽകിയ തൃശ്ശൂരിനത് നിർബന്ധം. കരുവന്നൂർ പദയാത്രയ്ക്ക് പാർട്ടിക്കാരല്ല കൂടുതലും, പാർട്ടിക്കാര് ഞങ്ങൾക്ക് എണ്ണം അറിയാം, 1000-നുള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാക്കി 10,000-ഓ 12,000-ഓ വന്നെങ്കിൽ ചായക്കടയിലൊക്കെ ചായം കുടിച്ചുകൊണ്ട് നിന്ന ആളാണ് അത് ഉച്ചക്കോടി ഒന്നതിനകത്ത് കയറിയത്. അതുപോലെ എയിംസിന് വേണ്ടി തൃശ്ശൂർ ജില്ല മുഴുവൻ ഇറങ്ങുന്നു. യുവ വികസിത് ഭാരത് 2047 എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ദീർഘകാലമായിട്ടുള്ള പ്രഖ്യാപിത സ്വപ്നം അത് നടപ്പിലാവണമെങ്കിൽ മെനിഞ്ഞാന്നും അദ്ദേഹം ഈ പറയുന്ന നാരീശക്തി, സ്വസ്ഥ നാരി, സശക്ത് കുടുംബ, സശക്ത് പരിവാർ എന്ന് പറയുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ പറഞ്ഞത് ആ വികസിത് ഭാരത് 2047 എന്ന് പറയുന്നതിന് 4 പില്ലറുകളാണുള്ളത്. നാരി, യുവ, ദാറ്റ് ഈസ് യു. ഞാൻ വരും എന്ന് പറഞ്ഞില്ലേ, യുവ പ്രളയമുണ്ടാവും ആ പദയാത്രയിൽ. സ്റ്റേറ്റ് ഗവൺമെന്റിന് നമ്മൾ ശരിക്കും ഒരു പൂട്ടിടണം. അതിവിടെ വേണം. സെൻട്രൽ ഫോറൻസിക് സയൻസ്
തൃശ്ശൂർക്കുണ്ട്. പക്ഷെ ശ്രീ പിണറായി വിജയന്റെ ചീഫ് സെക്രട്ടറി പറയുന്നു തൃശ്ശൂർ സ്ഥലമില്ല, ഞങ്ങൾ 7 ഏക്കർ സ്ഥലം തിരുവനന്തപുരത്ത് തരാം. അതെന്താണ് അതിന്റെ ഉദ്ദേശമെന്ന് മനസ്സിലായില്ലോ അല്ലേ? മനസ്സിലായില്ല. തൃശ്ശൂർ തന്നാൽ എനിക്കത് പെരുമയല്ലേ? ഞാൻ പ്രഖ്യാപിച്ച പദ്ധതി അത് തരില്ല. അങ്ങനെയാണെങ്കിലുള്ള പ്രതിമാർഗവും ഞാൻ ഒരു വലിയ സംഘടന കേരളത്തിൽ അവരുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അവരായി 7 ഏക്കർ ഒരു ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന മോഡലിൽ തരാൻ തയ്യാറാണ്. പക്ഷെ അമിത്ഷാ പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ, കേരള സർക്കാരിനെ കൊണ്ട് തരിയിക്കണം. നമുക്കതാണ് രാഷ്ട്രീയ വിജയം, രാഷ്ട്ര വിജയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഇതൊക്കെ നിങ്ങൾക്ക് പബ്ലിസൈസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ പബ്ലിസൈസ് ചെയ്യണം, മുഖ്യമന്ത്രിയോട് ചോദിക്കണം, ഇതിനുള്ള ഉത്തരം വാങ്ങണം. ചീഫ് സെക്രട്ടറി അയച്ച കത്തൊക്കെ എൻ്റെ അടുത്തുണ്ട്. മനോഹരമാണ്, മനോഹരമായ രാഷ്ട്രീയമാണ് അതിലുള്ളത്. വ്യാഖ്യാനമൊന്നും വേണ്ട, ഡയറക്റ്റാണ്. Trichure, it is not possible. Land availability. Trivandrum we have ample. അത് രാഷ്ട്രീയമാണ്.